ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേഡിയേ ഓഫ് അയോൺസ്. അതായത് ഒരു സിസ്റ്റത്തിന്റെ അയണിക് റേഡിയനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇത് പോയിന്റ്സ് ആയിട്ട് എഴുതിക്കോ. ഫസ്റ്റ് പോയിന്റ്, അതായത് ഇവിടുന്ന് വേണമെങ്കിൽ MCQ ചോദിക്കാം കേട്ടോ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ചോദിക്കാം ഇവിടുന്ന് വേണമെങ്കിൽ. അതിൽ ഫസ്റ്റ് പോയിന്റ് ടുവേർഡ്സ്, ഇത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, ഒന്ന് മറ്റേ എടുത്തെഴുതുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് ഈസ് ടുവേർഡ്സ് റൈറ്റ് സൈഡ് ഓഫ് പീരിയോഡിക് ടേബിൾ, towards right side of periodic table, size decreases. Towards right side of periodic table, size decreases. നമ്മൾ കുറെ കേട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ എക്സ്ട്രാ അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അതായത് ബാക്കിയുള്ള സിസ്റ്റംസുകൾ ഇപ്പം തൽക്കാലം ലാന്തനൈറ്റ്സിനെ മാത്രം ആലോചിക്കും. ലാന്തനൈറ്റ്സില് അതായത് ബാക്കിയുള്ള സിസ്റ്റത്തിന് ഇപ്പോ എന്താ പറയാ, സോഡിയം, ഓക്കെ, സോഡിയം മെഗ്നീഷ്യം ഉണ്ട്. സോഡിയം മെഗ്നീഷ്യം നോക്കിയാൽ നമുക്കറിയാം സൈസ് എന്തായാലും സോഡിയത്തിന് മെഗ്നീഷ്യത്തിലോട്ട് വരുമ്പോൾ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ വേറെ എക്സ്ട്രാ ഒരു ചേഞ്ച് ഉള്ളത് Na എപ്പോഴും Na+ഉം Mg എപ്പോഴും Mg2+ ആയിട്ടാണ് കാണുക, അല്ലെ? പക്ഷെ നമ്മൾ ലാന്തനൈറ്റ്സിന്റെ കേസ് എടുത്താൽ അവിടെയുള്ള കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 3+ ആണ്. അപ്പം ഒരേ ചാർജില് മറ്റേ റൈറ്റ് സൈഡിലോട്ട് പോകുന്തോറും ഈ എഫക്ട് കുറച്ചുകൂടെ എന്താ പറയാ, സ്മൂത്ത് ആൻഡ് മോഡറേറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പം ഇവിടെ എഴുതേണ്ട ഒരു എക്സാമ്പിൾ ആണ് ലന്താനം 3+, 117 പൈക്കോമീറ്റർ. അതിന്റെ അയണിക് റേഡിയാണ് ബ്രാക്കറ്റ് എഴുതുന്നത്. ഗ്രേറ്റർ ദാൻ നിയോഡിമിയം 3+, 112 പൈക്കോമീറ്റർ. ഗ്രേറ്റർ ദാൻ ഗഡോലിനിയം 3+, ബ്രാക്കറ്റില് 108 picometer. Okay, greater than holmium 3+, bracket 104 picometer. Greater than lutetium 3+, 100 picometer. Okay, and towards right side of periodic table, size of ion decreases and it is more prominent in lanthanides. Adinte examples aanu ee tannathu. Okay, any next point is size of ions decreases as ionic charge increases. Size of ions decreases as ionic charge increases. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സോഡിയത്തിന്റെ ഒന്നാമത്തെ പോയിന്റിന്റെ എക്സാമ്പിൾ ആണ്. സോഡിയത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും കേസ് വരാം. അതായത് Na+ല് 116 പൈക്കോമീറ്റർ ഗ്രേറ്റർ ദാൻ Mg2+ൻ്റെത് 86 പൈക്കോമീറ്റർ. ഈ വാല്യൂസ് നമുക്ക് വേണ്ട, ഈ ട്രെൻഡ് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതായത് മോളിലെ കേസിൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാർജിന്റെ എഫക്ട് കൺസിഡർ ചെയ്യപ്പെടാതെ പോകും. അതുകൊണ്ടാണ് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത്. അയണിക് ചാർജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സൈസ് ഡിക്രീസസ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആയിരിക്കുന്നു. ഈ മൂന്നാമത്തെ പോയിന്റിലോട്ട് പോകാലോ അല്ലെ? മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാല്, ഫോർ സെയിം മെറ്റൽ ആസ് the oxidation state increases, for same metal
as the oxidation state increases, ions become smaller. മൂന്നാമത്തെ പോയിന്റ്, for same metal, as oxidation state increases, ions become smaller. അതായത് Fe എടുക്കുന്നത്, അയൺ എടുക്കുന്നത്, അതിൽ Fe2+ എടുക്കുന്നത്, Fe3+ എടുക്കുന്നത്, Fe4+ എടുക്കുന്നത്. ഇതിൽ ഏതിനായിരിക്കും അയണിക് റേഡിയസ് ഏറ്റവും കൂടുതൽ? ആരെയൊക്കെ ആൻസർ പറയണേ? Fe2+, Fe3+, Fe4+. ഇതിൽ ഏതിനായിരിക്കും അയണിക് റേഡിയസ് ഏറ്റവും കൂടുതൽ? ആൻസർ നിങ്ങളെ പേര് വിളിക്കുന്നതാണോ സുഖം, അതോ നിങ്ങളായി പറയുന്നതാണോ? മുഫീദ, ഹലോ. അല്ലെങ്കിൽ ആരായാലും പറഞ്ഞു, ഗോപിക, ആതിര, ആരായാലും. കൂടുതൽ 2+ന് കൂടുതൽ. അതെ, അതായത് നമ്മൾ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. ഇപ്പം ഒരു എന്താ പറയാ, ഒരു റിങ് ഇത് ബേസിക്കലി ഷെൽസ് ആണല്ലോ. ഒരു ഷെല്ല് ആലോചിക്കുക, കുറെ ഷെല്ലുള്ള ഒരു അയോൺ ആലോചിക്കുക. അതില് ഏറ്റവും അവസാനത്തെ ഒരു ഇലക്ട്രോൺ പോയി, അപ്പം അത് ചെറുതായിട്ടൊന്ന് ഷ്രിങ്ക് ആയി. ഓക്കെ, അവിടുന്ന് ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ കൂടെ പോയി, പിന്നെയും ഷ്രിങ്ക് ആയി, പിന്നെയും ഇലക്ട്രോൺ പോയി, പിന്നെയും ഷ്രിങ്ക് ആയി. അതാണ് മൊത്തത്തിൽ നടക്കുന്ന പ്രോസസ്സ്. അപ്പം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും Fe4+ ആയിരിക്കും ഏറ്റവും ചെറുതായിട്ട് നിൽക്കുന്നത്. അപ്പം ഇവിടെ സൈസ് നോക്കുകയാണെങ്കിൽ Fe2+ന്റെ സൈസ് 92 പൈക്കോമീറ്റർ, Fe3+ 78 പൈക്കോമീറ്റർ. ഈ പൈക്കോമീറ്റർ എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? 10⁻⁻12 മീറ്റർ ആണ് പൈക്കോമീറ്റർ. ഓക്കെ, Fe4+ന്റെ അയണിക് റേഡിയസ് എന്ന് പറയുന്നത് 72 പൈക്കോമീറ്റർ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, അതായത് ഇപ്പൊ 3 പോയിന്റ് ആയി. ഒന്ന്, റൈറ്റ് സൈഡിലോട്ട് പോകുന്തോറും സൈസ് ഡിക്രീസ് ചെയ്യുന്നു. രണ്ടാമത്തത് അയണിക് ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ. മൂന്നാമത്തത് സെയിം മെറ്റലിന് തന്നെ ഓക്സിഡേഷൻ കൂടി വരുന്തോറും സൈസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി നാലാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ, multiplicity of cation affects in a way in which anion approach. അതായത് അതിന്റെ ഒരു മീനിങ് എന്താ വെച്ചാൽ, മൾട്ടിപ്ലിസിറ്റി ഹൈ ലോ സ്പിൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഹൈ സ്പിൻ Fe2+ കൺസിഡർ ചെയ്യുന്നു, ലോ സ്പിൻ Fe2+ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അതില് ഹൈ സ്പിൻ Fe2+ന്റെ അയണിക് റേഡിയസ് എന്ന് പറയുന്നത് 92 പൈക്കോമീറ്ററും ലോ സ്പിൻ Fe2+ന്റെ അയണിക് റേഡിയസ് എന്ന് പറയുന്നത് 75 പൈക്കോമീറ്റർ ആണ്. അതായത് ആനിയോൺ ഹൈ സ്പിൻ ആയിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇങ്ങനെ കിടക്കുക ചെയ്യുക. ലോ സ്പിൻ ആവുന്ന സമയത്ത് ഇത് പേഡ് ആയിരിക്കും, അതായത് ഇത്രയും ഇലക്ട്രോൺസ് ആണെന്ന് ചോദിച്ചോ. ലോ സ്പിൻ ആവുന്ന സമയത്ത് ഇത് പേഡ് ആയിരിക്കും. ഇത് എക്സാക്ട്ലി Fe2+നെ റെപ്രസെന്റ് ചെയ്യുന്നതല്ല, എക്സാമ്പിൾ പറയുന്ന. ലോ സ്പിൻ ആവുമ്പോൾ പേഡ് ആയിരിക്കും. അപ്പം ഒരു സെക്കൻഡ്, ഓക്കെ. അതായത് ആനിയോൺ അപ്രോച്ച് ചെയ്യുന്നത് ഹൈ സ്പിൻ സ്റ്റേറ്റിലാണോ ലോ സ്പിൻ സ്റ്റേറ്റിലാണോ എന്ന് കമ്പയർ ചെയ്യുന്നത്. അപ്പം ആനിയോൺ അപ്രോച്ച് ചെയ്യുന്നത്
ലോ സ്പിൻ സ്റ്റേറ്റിലാണെങ്കിൽ അതിന്റെ അയണിക് റേഡിയൻ കുറവായിരിക്കും. ഓക്കെ, അതായത് ഈ ഒരു ഇലക്ട്രോണിന്റെ ഡിസ്ട്രിബ്യൂഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഹൈ സ്പിൻ ആയിരിക്കും അയണിക് റേഡിയൻ കൂടുതൽ, ലോ സ്പിൻ ആയിരിക്കും കുറവെന്ന്. അതായത് അതൊക്കെ ഏതിലാ പഠിക്കുന്നത് നമ്മള് ചില പർട്ടിക്കുലർ ആനിയോൺ വരികയാണെങ്കിൽ അത് ഹൈ സ്പിൻ ആയിരിക്കും, കാറ്റോൺ ഹൈ സ്പിൻ ആയിരിക്കും. ചില പർട്ടിക്കുലർ ആനിയോൺ കോർഡിനേഷനിലാണ് നോക്കും, കോർഡിനേഷൻ കോംപ്ലക്സ് ഫോർമേഷനിൽ. അതെ, കോർഡിനേഷൻ കോംപ്ലക്സിൽ പഠിക്കുന്ന സാധനം നിങ്ങൾക്ക് ആരും എടുത്തില്ല എന്ന് ഞാൻ വിചാരിക്കണം. ഓക്കെ, അപ്പം ചിലപ്പോ ആ പോർഷൻ എത്തുമ്പോഴത്തേക്ക് ഇത് ക്ലിയർ ആയിരിക്കും. എന്നാലും ആ പോയിന്റ് മനസ്സിലാക്കി വെക്കുക. മൾട്ടിപ്ലിസിറ്റി ഓഫ് കാറ്റോൺ affects in a way in which anion approach. ഈ എക്സാമ്പിൾ ഓർത്തോക്കുക. ഹൈ സ്പിൻ Fe2+ ആയിരിക്കും, ലോ സ്പിൻ Fe2+നെക്കാളും അയണിക് റേഡിയൻ കൂടുതൽ. ഓക്കെ, ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്താ വെച്ചാ coordination number as coordination number of an ion increases, some kind of relaxing happens and ionic radii increases. അതായത് എക്സാമ്പിൾ പറയുന്നത് മനസ്സിലാവും. ഇപ്പൊ ഒരു പൊട്ടാസ്യം അയോൺ എടുക്കുക, K+ അയോൺ എടുക്കുക. അതിന്റെ കോർഡിനേഷൻ നമ്പർ 4 ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ലാറ്റിസ്, അതിന്റെ കോർഡിനേഷൻ നമ്പർ 6 ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ലാറ്റിസ്. അതില് കോർഡിനേഷൻ നമ്പർ 6 ആയിട്ടുള്ള ക്രിസ്റ്റൽ ഒരു എക്സാമ്പിൾ എടുക്കുക, കോർഡിനേഷൻ നമ്പർ 8 ആയിട്ടുള്ള ക്രിസ്റ്റൽ ലാറ്റിസ്. അതില് കോർഡിനേഷൻ നമ്പർ 4 ആയിട്ടുള്ളതിന്റെ അയണിക് റേഡിയൻ 113 പൈക്കോമീറ്ററും, കോർഡിനേഷൻ നമ്പർ 6 ആയിട്ടുള്ളത് 116ഉം, കോർഡിനേഷൻ നമ്പർ 8 ആയിട്ടുള്ളത് 132 പൈക്കോമീറ്റർ ആണ് അയണിക് റേഡിയൻ. അതായത് കോർഡിനേഷൻ നമ്പർ കൂടുന്ന സമയത്ത് അയണിക് റേഡിയൻ ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പോ കോർഡിനേഷൻ നമ്പർ വളരെ കുറവാന്ന് വെച്ചോ, അതായത് കോർഡിനേഷൻ നമ്പർ 4 ആയിട്ടുള്ള കേസിൽ ഈ മറ്റേന്താ പറയാ കാറ്റോണ സെന്ററിലും ആനിയോൺസ് ഇതിന്റെ ചുറ്റുമാന്ന് വെച്ചോ. അപ്പം കോർഡിനേഷൻ നമ്പർ 4 ആയിട്ടുള്ള കേസിൽ ഇതൊക്കെ ഭയങ്കര ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ കാറ്റയോണിനെ ഭയങ്കരമായിട്ട് കംപ്രസ് ചെയ്യും. ഓക്കെ, കോർഡിനേഷൻ നമ്പർ 6ഉം 8 ഒക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ആനിയോണിന്റെ നമ്പർ ആണ് ഈ 6 പറയുന്നത്. അതായത് ഒരു കുഞ്ഞ് കാറ്റയോണും 6 ആനിയോൺസും. അപ്പം ഈ 6 ആനിയോൺസിന് അടുത്തടുത്ത് വരുമ്പോൾ തന്നെ ഇൻ ബിറ്റ്വീൻ റിപ്പൽഷൻ കാണും. ഓക്കെ, അപ്പൊ അതിനടുത്ത് വരുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ഈ കോർഡിനേഷൻ നമ്പർ 4 ആയ കേസിൽ അവിടെ 4 ആനിയോൺസ് ഉള്ളൂ, അതിന് കുറച്ചുകൂടെ അടുത്ത് വരാം. അത് കുറച്ചുകൂടെ അടുത്ത് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നടുക്കുള്ള കാറ്റയോണിനെ കംപ്രസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെ കംപ്രസ് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ അയണിക് റേഡിയൻ കുറഞ്ഞു പോകും. അപ്പൊ അതാണ് ഈ പോയിന്റ്. ആസ് കോർഡിനേഷൻ നമ്പർ ഇൻക്രീസസ്, അയണിക് റേഡിയൻ ഇൻക്രീസസ്. ഓക്കെ, ഇനി ഫാക്ടേഴ്സ് എഫക്റ്റിംഗിലെ ലാസ്റ്റ് പോയിന്റ്, ആറാമത്തെ പോയിന്റ്. അത് നമ്മൾക്ക് നേരത്തെ അറിയാന്ന് പറഞ്ഞ പോലത്തെ സാധനമാണ്. അയണിക് റേഡിയൻ ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ലിഥിയം, സോഡിയം. അയണിക് റേഡിയൻ ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. അതായത് Li+ൻ്റെത് 90 pm പൈക്കോമീറ്ററും Na+ൻ്റെത് 116 പൈക്കോമീറ്റർ ആണ്. ഒബ്വിയസ്ലി മറ്റേ താഴോട്ട് പോകുന്തോറും ഇതിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ പീരിയോഡിസിറ്റിയിൽ അറിയുന്ന കാര്യമാണ്. അപ്പൊ അത് ആ സെയിം ഫിനോമിന എവിടെയും കാണുന്നത്, അയണിക് സൈസ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഓക്കെ, അതാണ് ഒരു സബ്സെക്ഷൻ. ഇനി അടുത്ത സബ്സെക്ഷൻ എന്താ വെച്ചാൽ ക്ലോസ് പാക്കിംഗ്, അതായത് എഫിഷ്യൻസി ഓഫ് പാക്കിംഗ്.
efficiency of packing and crystal atom. അതാണ് സബ്സെക്ഷന്റെ നെയിം. ഓക്കെ, ഇതൊക്കെ സോളിഡ് സ്റ്റേറ്റിൽ നിങ്ങൾ കേട്ട് കാണാം, എന്നാലും ഒന്നുകൂടെ പറയാം. അതായത് ഇപ്പം ഫസ്റ്റ് ലെയർ ഒരു 6 കോർഡിനേറ്റ്, അതായത് 6 കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം ഇത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ചുറ്റും 6 എണ്ണാണ്, 6 കൗണ്ടർ അയോൺസ് ഉള്ളത്. അതിനാണ് 6 കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു 6 കോർഡിനേറ്റ് ലെയർ സങ്കല്പിക്കുക. ഈ 6 കോർഡിനേറ്റ് ലെയറിന്റെ അതായത് നമുക്കറിയാം ഒരു ഒറ്റ ലെയർ ആയിട്ടല്ല ഒരിക്കലും ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് നിൽക്കുന്നത്. കുറെ ലെയറുകൾ ഇതിന്റെ മുകളിൽ വരാനുണ്ട്. അതായത് സെയിം കോമ്പോസിഷനിലുള്ള കുറെ ലെയറുകൾ. അപ്പം ഒരു ലെയറിന്റെ മുകളിൽ അടുത്ത ലെയർ എങ്ങനെ അറേഞ്ച് ചെയ്യണം അതിനനുസരിച്ചാണ് ക്ലോസ് പാക്കിങ് വരുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ലെയറിന്റെ മുകളിൽ ഈ ഒരു ലെയർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ടൈപ്പ് ഓഫ് വേക്കൻസി ഉണ്ട്. ഇവിടെ ഒരു ടൈപ്പ് ഓഫ് വേക്കൻസി ഉണ്ട്. പിന്നെ ഇവിടെ വേറൊരു ടൈപ്പ് ഓഫ് വേക്കൻസി ഉണ്ട്. അപ്പൊ അതിൽ ഏത് വേക്കൻസിന്റെ മുകളില് അടുത്ത ലെയർ സിറ്റുവേറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ ബേസിലാണ് ക്ലോസ് പാക്കിങ് വരുന്നത്. ഇപ്പം ഞാൻ ഈ ഇപ്പം ഒന്നാമത്തെ പിക്ചർ ഓക്കെ, അത് ഫസ്റ്റ് ലെയർ. അതിൽ രണ്ടാമത്തെ പിക്ചറിൽ ഏത് ടൈപ്പ് ഓഫ് ഞാൻ പറഞ്ഞ പോലെ വേക്കൻസി അല്ലെങ്കിൽ വോയിഡ്, ഏത് ടൈപ്പ് ഓഫ് വോയിഡിന്റെ മുകളിലാണ് അടുത്ത ലെയർ വരുന്നത് എന്നുള്ളത് നോക്കുക. അതായത് ഇവിടെ നമുക്ക് കാണാം കുറച്ച് സ്പേസ് ഇൻ ബിറ്റ്വീൻ ഉണ്ട്. ഈ ഇൻ ബിറ്റ്വീൻ ഉള്ള സ്പേസ്, ചില സ്പേസ് താഴത്തെ ഈ ലെയറുമായിട്ട് എന്താ പറയാ അലൈൻ ചെയ്ത് നിൽക്കുന്ന സ്പേസ് ആയിരിക്കും. ചിലത് താഴത്തതിനെ ഫില്ല് ചെയ്തു എന്നിട്ട് മുകളിൽ വന്ന ലെയറിൽ പുതിയതായിട്ട് ഫോം ചെയ്ത വോയിഡ്സ് ആയിരിക്കും. ഓക്കെ, അപ്പം ഒന്നാമത്തെ ലെയറിനെ നമ്മൾ എ എന്ന് വിളിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ലെയറിനെ ബി എന്ന് വിളിച്ചു. ഇനി മൂന്നാമത്തെ ഒരു ലെയർ അതിന്റെ മുകളിൽ പ്ലേസ് ചെയ്യാൻ പോകുമ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട് അവിടെ. അതായത് ഇവർ ഈ റെഡിൽ ഗ്രീനിൽ കാണിച്ച ഈ ടൈപ്പ് ഓഫ് വോയിഡിന്റെ മുകളിൽ അടുത്ത ലെയർ വരാം, അല്ലെങ്കിൽ ഈ ബ്ലൂവിൽ കാണിച്ച ടൈപ്പ് ഓഫ് വോയിഡിന്റെ മുകളിൽ മൂന്നാമത്തെ ലെയർ വരാം. അതാണ് അവിടുത്തെ 2 പോസിബിലിറ്റീസ്. അപ്പൊ ഈ നീല വോയിഡില് മൂന്നാമത്തെ ലെയർ വന്നതാണ് CCP-യിൽ എൻഡ് ചെയ്തത്. അതായത് എങ്ങനെയാ CCP-യിൽ എൻഡ് ചെയ്തതെന്ന് വെച്ചാൽ ഇതാണ് ലെയർ എ, ഇതാണ് ലെയർ ബി, ഇതാണ് ലെയർ സി. അതായത് ഈ നീല വോയിഡിന്റെ മുകളിലോട്ട് സാധനം വെച്ചപ്പോ മൂന്നാമത് ഒരു ഡിഫറെന്റ് അറേഞ്ച്മെന്റിലോട്ട് അത് പോയി. ഓക്കെ, പക്ഷെ ഈ ഗ്രീൻ വോയിഡിന്റെ മുകളിലാണ് നമ്മൾ അടുത്ത ലെയർ വെച്ചതെങ്കിൽ ഫസ്റ്റ് ഉണ്ടായ ലെയർ ഉണ്ടല്ലോ എ, ലെയർ എയുമായിട്ട് സിമിലർ ആയിരിക്കും മൂന്നാമത്തെ ലെയർ. അപ്പൊ ABA അറേഞ്ച്മെന്റ് ആണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഓക്കെ, hexagonal close packing is ABA arrangement. Cubic close packing is ABC arrangement. അതായത് എങ്ങനെ ക്ലോസ് പാക്കിംഗ് ആവുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനൊക്കെ കണക്ട് ചെയ്ത് ലൈൻസ് വരക്കുകയാണെങ്കിൽ ഇവിടെ മോളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഹെക്സഗൺ ഷേപ്പ് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഇവിടെ കണക്ട് ചെയ്ത് ഒരു ക്യൂബ് ആക്കി ഇതിനെ വെക്കുകയാണെങ്കിൽ മോളിൽ നോക്കുമ്പോൾ ഒരു ക്യൂബിക് സ്ട്രക്ചർ ആണ് കാണാൻ പറ്റുക, ഒരു ക്യൂബിക് ഷേപ്പ് ആണ് കാണാൻ പറ്റുക. അപ്പം ആ അടിസ്ഥാനത്തിലാണ് ഇത് HCP CCP ആയിട്ട് മാറുന്നത്. ഓക്കെ, നിങ്ങൾ നോട്ടാക്കി എഴുതിപ്പോ സപ്പോസ് ഫസ്റ്റ് ലെയർ ഇസ് 6 coordinate close packed structure. Suppose first layer is 6 coordinate close packed structure. Suppose first layer is 6 coordinate close packed structure. If there are n atoms, then there will be 2 raised to n voids or depressions. Then there will be 2 raised to n
voids or depressions. Then there will be 2 raised to n voids or depressions. Full stop. Next layer is on top of some depressions. Next layer is on top of some depressions. Next layer is on top of some depressions, and some of them are not used. And some of them are not used. Next layer is on top of some depressions, and some of them are not used. Full stop. Third layer can be on top of non-used depressions. Third layer can be on top of non-used depressions. Or, okay, sorry. Third layer can be on top of non-used depressions. അവിടെ ഒരു ഹൈഫൺ ഇട്ട് എഴുതുക ABC ABC. നേരത്തെ പറഞ്ഞ ABC ABC. ABC ABC. ഇത് ഒരു ഹൈഫൺ കൂടി ഇട്ട് എഴുതുക TCP lattice. TCP lattice. ഇനി അടുത്ത സെന്റൻസ് ആയിട്ട് എഴുതുക. Third layer can be on top of first layer. Third layer can be on top of first layer. Hyphen it the AB AB. AB AB. At the hyphen it the HCP lattice. Cubic close packing, hexagonal close packing. Any got examples say the noble gases and most metals crystallize in HCP or CCP. Noble gases and most metals crystallize in HCP or CCP. Crystallizes in HCP or CCP. அடுத்த sentence, alkali metals, barium, and a few transition metals, crystallizes in body-centered cubic system, BCC. Crystallizes in body-centered cubic system. Body-centered cubic system, നമ്മൾ സോളിഡിൽ കണ്ട അതേ ക്യൂബിക് പാക്കിംഗ് ആണ്. ഇനി അടുത്ത സെന്റൻസ് ആയിട്ട് എഴുതാം. In HCP and CCP, coordination numbers are 12. അതായത് ഈ രണ്ട് പിക്ചർ നോക്കിയാൽ തന്നെ അത് മനസ്സിലാവും. ഇപ്പം ഈ ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ ഇവിടെ 6, ഇവിടെ മുകളില് 3, താഴെ 3, ഇതുപോലെ തന്നെ 6, 3, 3. അപ്പം coordination number is 12. Both close packing are equally efficient. ആ പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കണം. എവിടെയെങ്കിലും ഒരു കമ്പാരിസൺ ചോദിച്ചാൽ രണ്ടും ഈക്വലി എഫിഷ്യന്റ് ആണ്. ഓക്കെ, അതായത് എന്തിന്റെ ബേസിലാണ് ഇവർ എഫിഷ്യന്റ്? എന്തോരം ക്ലോസ് പാക്ഡ് ആയിട്ട് ഈ രണ്ട് സ്ട്രക്ചേഴ്സും നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. അതായത് ഈ ലെയറിൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും രണ്ട് രീതിയിലും
ലാറ്റസ് ഫോം ചെയ്താലും ഈക്വലി എഫിഷ്യന്റ് ആയിട്ടാണ് ആ ലാറ്റസ് ഫോർമേഷൻ നടക്കുന്നത്. അതാ പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് യൂഷ്വൽ ക്ലോസ് പാക്കിങ്. അതില് ഇനി നമ്മുടെ കേസിലോട്ട് വന്ന for charged lattice or ions, for charged lattice or ions, 6 coordination is not stable. 6 coordination is not stable കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ anion repulsion. 6 coordination is not stable. 4 coordination is stable. 4 coordination is stable. Four coordination is stable. ഇനി അടുത്ത പോയിന്റ് എഴുതാം. For ionic structures, closest packed structures are not stable. For ionic structures, closest packed structures are not stable. അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഇനി പക്ഷെ ഇപ്പൊ ലിഥിയം പോലെയുള്ള വെരി സ്മോൾ കാറ്റോണുള്ള കേസിൽ എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ, ഇപ്പൊ ലിഥിയം അയഡൈഡ് എടുക്കാം. ലിഥിയം അയഡൈഡില് ഈ ക്ലോസ് പാക്കിങ്ങില് അയഡിൻ മാത്രം, ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ബോൾ വരേണ്ട സ്ഥലത്ത് അയഡിൻ ആനിയോൺസ് മാത്രമേ ഉണ്ടാവും. എന്നിട്ട് ഈ കുറെ ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് അല്ല, വോയിഡ്സ് ഓർ ഡിപ്രഷൻസ്. ഈ ഡിപ്രഷൻസിൽ പോയിട്ട് കാറ്റോൺ ഡിപ്രഷനിൽ പോയി നിൽക്കും. അങ്ങനെ ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യാം ചില അയണിക് കോമ്പൗണ്ട്സിൽ. അപ്പോ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ലിഥിയം അയഡൈഡ്. ആ സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോ. ഫോർ അയണിക് കോമ്പൗണ്ട്സ് such as lithium iodide, LiI, anion is large and can form close packed structures. But cations sit in the octahedral or tetrahedral voids. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയി പഠിക്കേണ്ട സ്ഥലം ഇതല്ല, അതുകൊണ്ടാണ് വളരെ ഡീറ്റെയിൽഡ് ആയി പോവാതെ സോളിഡ് സ്റ്റേറ്റിലാണ് ഇതൊക്കെ പഠിക്കേണ്ടത്. CCP ഒക്കെ ഇവിടെ സ്ട്രക്ചറിനെ കുറിച്ച്, കോമ്പൗണ്ട്സ് ലാറ്റിസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നതുകൊണ്ട് മാത്രം പറയാം. അവിടെ ഒരു സെന്റൻസ് കൂടെ എഴുതിക്കോ. ഇൻ LiI, lithium iodide, Li fit to octahedral holes especially. In Li fit to octahedral hole especially in the CCP arrangement of iodide. അതായത് LiI ഫോം ചെയ്തത് ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ആണ്. അതിലെ ഒക്ടാഹെഡ്രൽ ഹോൾസിലാണ് ലിഥിയം കാറ്റോണിനെ കാണാൻ പറ്റുന്നത്. അടുത്ത സെന്റൻസ്, NaCl follow a similar close packing. Okay. അടുത്ത സെന്റൻസ്, in zinc sulfide, ZnS, in zinc sulfide, sulfide ions
form CCP, sulfide ions form CCP, and Zn2 plus sits in tetrahedral voids, and Zn2 plus sits in tetrahedral void. ഒരു ഹൈഫൺ എഴുതുക. സിങ്ക് ബ്ലൻഡ് സ്ട്രക്ചർ, സിങ്ക് ബ്ലൻഡ് സ്ട്രക്ചർ. ഓക്കെ, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ടാണ് ZnSന് സിങ്ക് ബ്ലൻഡ് സ്ട്രക്ചറും ഫോം ചെയ്യാൻ വേണ്ടി പറ്റും, വുഡ്സൈറ്റ് സ്ട്രക്ചറും ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോ ഹൈഫനറ്റ് സിങ്ക് ബ്ലൻഡ് എന്ന് എഴുതിയിട്ട് അടുത്ത ലൈനിൽ എഴുതുക. ഇഫ് സൾഫൈഡ് ഫോം HCP ലാറ്റസ്, if sulfide form HCP lattice, Zn sits in tetrahedral voids, Zn sits in tetrahedral voids, ഒരു ഹൈഫൺ ഇട്ട് വുഡ്സൈറ്റ് എന്ന് എഴുതാം. വുഡ്സൈറ്റ്, WURTZIT, വുഡ്സൈറ്റ്.